നമസ്കാരം. ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാമഠം. അതായത് വ്യാഴം മെയ് 14 വ്യാഴം മാറി. വ്യാഴം ഒരു വർഷം കൂടുമ്പോൾ ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് മാറുന്നു. ഇപ്പോൾ വ്യാഴം മാറിയിരിക്കുന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടപ്പെട്ട രാശിയായ ബുധക്ഷേത്രത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. വ്യാഴമാറ്റം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ രാശിയാണ് മേടൻ രാശി. മേടൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, അവസാനം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴമാറ്റം അനുകൂലമല്ല. 3ലേക്കാണ് വ്യാഴം മാറുന്നത്. 3ൽ വ്യാഴം വന്നാൽ മുറവിളി കൂട്ടുന്ന പറയുന്നത്. മുറവിളി കൂട്ടുന്ന എപ്പോഴാണ്? നമുക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും വരുമ്പോഴാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുക, പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ഓം നമോ നാരായണായ ഒരു 3 നേരങ്ങളും ചൊല്ലുക. ഇങ്ങനെയൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ, നാരായണൻ വായിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ദോഷത്തിന് ഒരു പരിഹാരമായിട്ട് വരും. കൃഷ്ണൻ്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തുളസിമാല സമർപ്പിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കുക, ഇതൊക്കെ തൃക്കൈവെണ്ണ, ഇതൊക്കെ നമ്മുടെ യഥാശക്തി വഴിപാട് ചെയ്താൽ മതി. ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച്, അതായത് കാർത്തിക അവസാനം, രോഹിണി, മകീരം ആദ്യപാദം, ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് നല്ലൊരു കാലമാണ്. വ്യാഴൻ 2ൽ വന്നു, ശനി 11ൽ വന്നു. വളരെയധികം സുവർണമായ കാലമാണ് അവർക്ക്. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല കാലം വരുമ്പോൾ ഒന്നും കൂടി നന്മ വരാനായിട്ട് ആ ഭഗവാനെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതേമാതിരി വിഷ്ണു സഹസ്രനാമം ചെയ്ത വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വഴിപാട് ഇതൊക്കെ ചെയ്തു വരുമ്പോൾ അവർക്ക് ഒന്നും കൂടി അഭിവൃദ്ധിയും ഐശ്വര്യവും വരും. നീ നല്ലത് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കരുത്. അടുത്തതാണ് മിഥുനൻ രാശി. മിഥുനൻ രാശിയിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. പക്ഷേ മിഥുനൻ രാശിയെ സംബന്ധിച്ച് വ്യാഴം നിൽക്കുന്ന രാശി എത്ര ഗുണം ചെയ്യില്ല. എന്നാലും 12ൽ വ്യാഴത്തേക്കാൾ ഭേദമാണെന്ന് മാത്രം. അവരെ അതായത് മകീരം അവസാനം, തിരുവാതിര, പുണർതം ആദ്യം, ഈ നക്ഷത്രക്കാലത്തെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന വ്യാഴമാറ്റം പറഞ്ഞ കൂടെ തന്നെയാണ് വ്യാഴമുള്ളത്. കണ്ടക ശനിയും കൂടിയാണ്. അപ്പം അവർക്ക് കർമ്മത്തിൽ ശനി വന്നത്, അപ്പോൾ ജോലിക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കർമ്മവിഘ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതിന് ഭഗവാനെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാം. ഇടയ്ക്കൊക്കെ ഗുരുവായൂരോ അമ്പലപ്പുഴയിലോ പത്മനാഭസ്വാമി, തിരുവനന്തപുരം പത്മനാഭസ്വാമിയിലൊക്കെ പോയി തൊഴുക, പ്രാർത്ഥിക്കാം. ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നാരായണ ജപിക്കും, ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഇവർക്കുള്ള ദോഷത്തിന് ഒരു ശമനമുണ്ടാവും. അടുത്ത രാശിയാണ് കർക്കിടകൻ രാശി. കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാനം, പൂയം, ആയില്യം നക്ഷത്രം. ഈ രാശിക്കാരെ സംബന്ധിച്ച് 12ൽ വ്യാഴമാണ്. 12ൽ വ്യാഴുന്ന ധാരാളം ചിലവുകൾ വരും. ഇപ്പോൾ ആരെങ്കിലും പറയുകയാണ് പൂജ ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഒരു തീർത്ഥാടനത്തിന് പോകാൻ നിൽക്കുക, അപ്പോൾ അങ്ങനെ പൈസ ഒരുപാട് ചിലവിടുന്ന ഒരു കാലമാണ് ഇവരെ സംബന്ധിച്ച്. അതുമാത്രമല്ല ചൊവ്വ 2ൽ വന്നേക്കണം. സംസാരം കൊണ്ട് അപ്രിയങ്ങൾ സംഭവിക്കാം. എല്ലാവർക്കും ഈ സംസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് അനർത്ഥങ്ങൾ സംഭവിക്കാം. അത് ചൊവ്വയും കേതും കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവർ വ്യാഴപ്രീതി നടത്തുകയും സുബ്രഹ്മണ്യ സ്വാമി പ്രാർത്ഥിക്കുകയും വേണം. ജോലിക്കൊക്കെ പ്രശ്നം വരാതിരിക്കുക സുബ്രഹ്മണ്യ സ്വാമിക്ക് ത്രിമധുരം നേദിക്കുക. ചൊവ്വാഴ്ച തോറും വളരെ നന്നായിരിക്കും. മാസത്തിലൊരിക്കോ പക്കപ്പിറന്നാളിനോ ഒക്കെ ചെയ്യാം. ഞായറാഴ്ച തോറും കുമാരസൂത്ര പുഷ്പാഞ്ജലി അവർക്ക് ധനാഭിവൃദ്ധിയും ഉണ്ടാവും. ഇനി അടുത്താണ് കന്നിരാശി. കന്നിരാശി എന്ന് പറഞ്ഞാൽ ഉത്തരാവസാനം, അത്തം, ചിത്തിരാദ്യം, ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 11ൽ രാഹുവുണ്ട്. വ്യാഴം കർമ്മത്തിലാണ്. 7ര ശനിയാണ്, കണ്ടക ശനിയാണ്, നിവൃത്തി സ്ഥാനത്ത് ശനിയാണ്. ഇവരും വിഷ്ണുവിനെയും മഹാദേവനെയും നന്നായിട്ട് പ്രാർത്ഥിച്ചാലേ ഇവരുടെ കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ സമാധാനം ഉണ്ടാവുള്ളൂ. അടുത്ത രാശിയാണ് തുലാം രാശി. ചിത്തിര അവസാനം, ചോതി, വിശാഖം ആദ്യം, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം അനുകൂലമാണ്. അഷ്ടമത്തിലായിരുന്നു, 9ലേക്ക് വന്നു. വ്യാഴം നേടാനുള്ളവർക്ക് നേടുക, വീട് വയ്ക്കുക, കുട്ടികളുണ്ടാവുക, ജോലിക്ക് നല്ല ജോലികൾ കിട്ടുക, വിദേശവാസത്തിന് ശ്രമിക്കുന്നത് കിട്ടുക, ഇതെല്ലാം നല്ലൊരു ശുഭകാലമാണ് അവർക്ക്. അടുത്തതാണ് വൃശ്ചിക രാശി. വിശാഖം അവസാനം, അനിഴം, തൃക്കേട്ട, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം അഷ്ടമത്തിലാണ്.
അഷ്ടമത്തിൽ വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. എല്ലാ വ്യാഴാഴ്ചയും വ്യാഴഹോരയിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും ദർശനം നടത്തുകയും എന്താ യഥാശക്തി വഴിപാട് ഒന്നുമില്ലെങ്കിൽ 1 രൂപയെങ്കിലും നാണയങ്ങളും ഇട്ട് 4 പ്രദക്ഷിണം വെച്ച് തൊഴുത് ഭഗവാനോട് നാരായണ ജപിക്കുക. അവിടെ നിന്ന് ഓം നമോ നാരായണായ ജപിക്കുക. അപ്പം തന്നെ അവർക്കൊരു പകുതി സമാധാനം ഉണ്ടാവും. ഇനി അടുത്ത രാശിക്കാരാണ് ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദമാണ് ധനുരാശിക്കാരൻ. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം അനുകൂലമാണ്. നിവൃത്തിസ്ഥാനത്ത് വ്യാഴം. പക്ഷേ കണ്ടകശനി ഉണ്ടെങ്കിലും വ്യാഴം ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് വളരെ നല്ല കാലമാണ്. അടുത്താണ് മകരൻ രാശി. ഉത്രാടാവസാനം, തിരുവോണം, അവിട്ടമാദ്യം. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം 6ലാണ്, 2ൽ രാഹുവാണ്. ശനി കുഴപ്പമില്ല, പക്ഷേ അവർക്കും സാമ്പത്തികമായ പരാതികൾ ബുദ്ധിമുട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഭഗവാനെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ അവർക്കും വളരെ നല്ലതായിരിക്കും. അടുത്ത രാശിക്കാരാണ് കുംഭൻ രാശി. അവിട്ടം അവസാനം, ചതയം, പുരുരുട്ടാതി ആദ്യം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം നല്ലതാണ്, അനുകൂലമാണ്. ശനി 2ലാണെങ്കിലും വ്യാഴം അനുകൂലമാണ്. ധനമുണ്ടാക്കുന്ന ഒരു കാലമാണ്, നല്ലൊരു കാലഘട്ടമാണ് അവർക്ക്. ഇനി അടുത്ത രാശിയാണ് മീനൻ രാശി. പുരുരുട്ടാതി അവസാനം, ഉത്രട്ടാതി രേവതി. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 4ൽ വ്യാഴമാണ്, വലിയ തകരാറില്ല. അങ്ങനെയൊക്കെ പോവാം. ജന്മശനിയൊക്കെയാണെങ്കിൽ അങ്ങനെയൊക്കെ പോവാം. ഇതാണ് നമ്മൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കാർക്കും വ്യാഴമാറ്റത്തെ കൊണ്ടുവന്നിരിക്കുന്ന ഫലങ്ങൾ. വ്യാഴമാറ്റം, വ്യാഴം നല്ല സ്ഥലത്തായാലും ചീത്ത സ്ഥലത്തായാലും എന്ത് സ്ഥലത്തായാലും ഭഗവാനെ വിഷ്ണു സഹസ്രനാമം പുസ്തകവും ജപിക്കുക, അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ബുധനാഴ്ച തോറും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്താൽ അവർക്കുടെ ദോഷങ്ങൾക്ക് പരിഹാരമായി മാറുന്നതാണ്. ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. ഈ മന്ത്രം ഒരു 108 പ്രാവശ്യം ജപിച്ചാൽ ധനം ഈ വ്യാഴം മറഞ്ഞു നിൽക്കുന്നവർക്കൊക്കെ ധനമുണ്ടാകുന്ന നല്ലൊരു മാർഗ്ഗം. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. ഇത് ചൊല്ലി ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ധനത്തിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതാണ്. നന്ദി, നമസ്കാരം.